everyone, assalamu alaikum. Welcome to Fathimas kitchen. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ കേക്ക് ആണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടി ഒരു മാങ്ങ എടുത്ത് നല്ലത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് എടുക്കാം. ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്ത് പീസാക്കി എടുക്കണം. ഒരു വലിയ മാങ്ങയായിരുന്നു, അതിനെ പീസാക്കി രണ്ട് ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി എടുത്തിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൾപ്പാക്കി എടുത്ത് മാറ്റി വയ്ക്കണം. വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. നാരില്ലാത്ത മാങ്ങയായതുകൊണ്ട് അരിക്കണ്ട, നാരുള്ള മാങ്ങയാണെങ്കിൽ ഒന്ന് അരിക്കണം. അതിനുശേഷം പകുതി എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മെൽറ്റാക്കി ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു മിക്സിയിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1/4 കപ്പ് ഓയിലും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം 5 മുട്ട, അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം. രണ്ടും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. വേർതിരിച്ച് വെച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റായി ക്രീമി ആയതിനു ശേഷം ഇതേപോലെ ആയതിനു ശേഷം മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം മുട്ടയുടെ വെള്ളയൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ബൗളിൽ ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ബീറ്ററാണെങ്കിൽ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിക്കുമ്പോൾ ഒരു പകുതി നാരങ്ങാനീരും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചതായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്ത് നല്ലതുപോലെ പതപ്പിച്ചെടുക്കാം. ആ ബൗളിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ ബൗളൊന്ന് ചേഞ്ചാക്കി നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് കമഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലഫി ആയിരിക്കും. കമഴ്ത്തി കഴിഞ്ഞാൽ താഴെ വീഴില്ല. അതേ പരുവത്തിൽ മാറ്റി വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ക്രീമിയാക്കി വെച്ചിരുന്ന ആ കൂട്ടിലേക്ക് കുറേശ്ശെ അരച്ച് വെച്ചിരുന്ന മാങ്ങയുടെ പൾപ്പും മൈദയും എല്ലാം കൂടി കുറേശ്ശെ ചേർത്ത് കൊടുത്തൊന്ന് എസൻസും കൂടി ചേർത്ത് കൊടുത്ത്, മാംഗോ എസൻസാണ് ചേർത്ത് കൊടുത്തത്, കളറുള്ള ടൈഗറിൻ്റെതാണ്. അതാവുമ്പോൾ കളറും സ്മെല്ലും കിട്ടും. കുറേശ്ശെ ആയിട്ട് ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. എല്ലാ കൂട്ടും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായി എല്ലാം കൂടി കുറേശ്ശെ ചേർത്ത് കഴിഞ്ഞു. മിക്സാക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം
ഒരു കാര്യം വിട്ടുപോയി, കുറച്ച് ഉപ്പുപൊടി ഒന്ന് ചേർക്കണമായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സിങ്ങിൽ മുട്ടയുടെ വെള്ള അടിച്ച് ചേർക്കാത്തത് കൊണ്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ വെള്ള ഈ കൂട്ടിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ആദ്യം ചെയ്തതുപോലെ വല്ലാണ്ടങ്ങ് ഇളക്കാൻ പറ്റില്ല, കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ ഷീറ്റിലിട്ടിട്ട് അതിലേക്ക് കുറേശ്ശെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്കൊന്ന് ബബിൾസ് എല്ലാം പോകുന്നത് വരെ ഒന്ന് തട്ടിക്കൊടുക്കുക. ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം ടാപ്പ് ചെയ്ത് ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം ഫ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് മെല്ലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒന്ന് ചെറിയൊരു സ്റ്റിക്ക് കൊണ്ടൊന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കുന്നില്ല. ഇത് ബേക്കായിട്ടുണ്ട്. നല്ല സ്മൂത്താണ്. നല്ല സ്പോഞ്ച്, നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് 3 ലെയറായിട്ടൊന്ന് മുറിച്ചൊന്ന് മാറ്റിയെടുക്കണം. മുറിച്ച് മാറ്റിയതിന് ശേഷം മുറിച്ച് മാറ്റുന്നത് ഞാൻ ഇതേപോലെ നൂല് കൊണ്ടാണത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് ഒരു വ്യത്യാസമില്ലാതെ ഒരേപോലെ വരും. നമുക്ക് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം 1.5 കപ്പ് ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ബൗൾ നല്ല ഉണങ്ങിയതായിരിക്കണം. ഒട്ടും വെള്ളമോ എണ്ണമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. കുറേശ്ശെ സ്ലോയിൽ ബീറ്റ് ചെയ്ത് നല്ല സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ബീറ്റായി വരുമ്പോഴേക്കും നമുക്ക് കുറേശ്ശെ മാംഗോ എസൻസ് കൊടുക്കാം. അതിൽ കളറും ഉണ്ട്, എസൻസും ഉണ്ട്. ടൈഗറിൻ്റെ തന്നെ കേക്കിൽ ചേർത്ത് കൊടുത്ത അതേ എസൻസാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഷുഗർ സിറപ്പ് നമുക്ക് കുറേശ്ശായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം എടുത്ത് അതും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മാംഗോ പീസ് അതും ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത സ്പോഞ്ചും വെച്ച് കൊടുത്ത് എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് സ്ക്രാപ്പർ കൊണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കണം. ഫ്രിഡ്ജിലതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് നാഷ് റെഡിയാക്കി ഒഴിക്കാം. പിന്നെ നമുക്ക് തണുക്കാൻ വയ്ക്കണം. തണുക്കാൻ വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കിനാഷ് ഒഴിച്ചു കൊടുക്കാം. കിനാഷ് റെഡിയാക്കിയത് മാംഗോ, ഒരു നല്ല പഴുത്ത മാംഗോ എടുത്ത് നല്ലതുപോലെ മിക്സിയിൽ അരിച്ചെടുത്തതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതാണ്. അതിലേക്ക് എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എസൻസും മാംഗോ കളറും കൂടെ ചേർത്ത് കൊടുത്തതാണ്. കിനാഷ് തണുത്തതിന് ശേഷം
ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സൈഡിലെല്ലാം മാംഗോ പീസാണ് ചെറിയ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തേക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനൊരു ചെറിയ ഡിസൈന് വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു കേക്കാണ്, നല്ല ടേസ്റ്റാണ്, നല്ല വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.